ഞാനിപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ. സമയം 8 മണിയായി. ഞാൻ ഇരുട്ടത്തോടെ നടന്നു വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പണ്ട് നടന്നൊരു കാര്യം ഓർമ്മ വന്നു. ഇത് ശരിക്കും നടന്ന കാര്യം കേട്ടോ. ഇത് ആരും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാരും വിശ്വസിച്ചിട്ടുമില്ല. പക്ഷെ എന്നാലും ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളോടും കൂടെ പറയാമെന്ന് വെച്ചു. ഓക്കെ, ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോൾ കേട്ടോ നടക്കുന്നത്. ആ സമയത്ത് എൻ്റെ വല്യപ്പൻ്റെ മൂത്ത ചേച്ചി മരിച്ചു. ഒരു പ്രായമായിട്ട് മരിച്ചതാണ്. ഓക്കെ, അപ്പം പപ്പ അന്ന് രാത്രി അവരെ കാണാൻ പോയി. ഞാനും അമ്മയും അനിയനും തന്നെ വീട്ടിലുള്ളൂ. അപ്പം ഞങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുക. ഒരു ആ സമയത്തൊന്നും എനിക്കറിയില്ല, എന്തായാലും പാതിരാത്രി എന്ന് എനിക്കറിയാം. ഞാൻ കിടക്കുന്നു, അതിൻ്റെ അപ്പം തനിത്ത് കിടക്കുന്നു, അമ്മ കിടക്കുന്നു. അപ്പം ഞങ്ങൾ മൂന്നുപേരും ഇങ്ങനെ ഷെഡാണ്, അപ്പം തറയിലാണ് ഇങ്ങനെ കിടക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒരു കർട്ടൻ ഇട്ടിട്ട്, കർട്ടനുണ്ട് ഇങ്ങനെ സാരി കൊണ്ട് മറച്ചൊരു കർട്ടനുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങുക. അപ്പോൾ പെട്ടെന്ന് എല്ലാ രാത്രിയും എണീക്കുന്ന പോലെ ഞാൻ എണീറ്റിട്ടു, അമ്മയെ എനിക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞാനിങ്ങനെ കണ്ണ് തുറന്ന് ചുമ്മാ കർട്ടനിലേക്ക് നോക്കിയപ്പോൾ ഇതേണ്ട കർട്ടനിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു വെളുത്ത ചട്ടയും മുണ്ടും ഒരു കുഞ്ഞമ്മച്ചി എന്നെ നോക്കിയത് ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നു, പല്ലൊക്കെ കാണിച്ച്. ഞാൻ ഒറ്റ നോട്ടം നോക്കിയുള്ളൂ. നോക്കിയിട്ട് ഞാൻ അമ്മേനെ വിളിച്ചു. എൻ്റെ വായന സൗണ്ട് പുറത്ത് വന്നില്ല, എനിക്ക് നനങ്ങാൻ പോലും പറ്റുന്നില്ല. ആകെ ഞാൻ ചെയ്ത കാര്യം വട്ടപ്പേന്ന് പറഞ്ഞ് പുറത്ത് മുടി ഞാൻ അങ്ങനെ കിടന്നുറങ്ങി. എന്നിട്ട് ആ സംഭവം ഞാൻ ശരിക്കും അങ്ങ് മറന്നുപോയായിരുന്നു. പിന്നീട് എപ്പോഴോ എനിക്കത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു, അമ്മ ഇങ്ങനെ ആ വല്യമ്മേനെ, മരിച്ചുപോയ വല്യമ്മേനെ മുക്കുഴിയമ്മ എന്നാണ് വിളിക്കുക. അപ്പം മുക്കുഴിയമ്മയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മുക്കുഴിയമ്മ എപ്പോഴും ചട്ടമുണ്ട് ഇങ്ങനെ മുക്കുഴിയമ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കാര്യം നടന്ന കാര്യം ആലോചിക്കുന്നത്. അപ്പം ഞാൻ നമ്മൾ പറഞ്ഞു, അമ്മ അന്ന് രാത്രി ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ മുക്കുഴിയമ്മ നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ, നിങ്ങളെ കാണാൻ വന്നായിരിക്കും എന്ന് പറഞ്ഞാൽ അമ്മ ചിരിച്ചു തള്ളി. പക്ഷെ സത്യം പറയട്ടെ, ഇങ്ങനൊരു സംഭവം നടന്ന ഞാൻ ശരിക്കും കണ്ടതാ. അമ്മ പറഞ്ഞ ആ സെയിം ആകൃതിയിലുള്ള ആ അമ്മച്ചീനെ. സത്യം, ഇതാരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം ഞാൻ ഇരുട്ടത്ത് ഒറ്റയ്ക്ക് കയറി വന്നപ്പം എൻ്റെ മനസ്സിലാ കാര്യം വന്നു. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ പ്രേതങ്ങളൊന്നും പേടിയില്ല. മനുഷ്യനെ പേടിയുണ്ട്, പിന്നെ പാമ്പിനെ പേടിയുണ്ട്. ആ 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരുട്ടത്ത് തന്നെ കയറി വരുമ്പോൾ ചിന്തിക്കാറുള്ളത്. അല്ലാണ്ട് ഇങ്ങനെ പ്രേതത്തിൽ പിടിക്കാനുള്ള പേടിയൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ വന്നപ്പം പെട്ടെന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചു. കൂടുതലൊന്നും പറയില്ല, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.